അറബ് സാംസ്കാരിക തനിമയുടെ സംഗമവേദിയായ റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവിന്റെ അന്താരാഷ്ട്ര എക്സിബിഷന് കൊച്ചിയിൽ തുടക്കമായി. ഷെഫീന യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ കേരള ലളിതകലാ അക്കാദമിയും അബുദാബി സാംസ്കാരിക വകുപ്പും ചേർന്നാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. അറബ് മേഖലയിലെ പ്രശസ്തരായ കലാകാരന്മാരുടെ സൃഷ്ടികളാണ് എക്സിബിഷനിലെ പ്രധാന ആകർഷണം. കേരളത്തിലെയും UAE-യിലെയും കലാകാരന്മാരുടെ മികവിന് ആഗോള വേദിയൊരുക്കി ദർബാർ ഹാളിൽ അന്താരാഷ്ട്ര ആർട്ട് എക്സിബിഷന് തുടക്കമായി. കേരളത്തിലെയും അറബ് നാടുകളിലെയും കലാകാരന്മാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവിന്റെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ. ചടങ്ങ് വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാർക്ക് ആഗോള വേദിയൊരുക്കുന്ന ചുവടുവയ്പ് മാതൃകാപരമെന്നും കേരളത്തിലെ കലാകാരന്മാർക്ക് മികച്ച അവസരമാണ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് നൽകുന്നതെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. I would like to extend our gratitude to the Abu Dhabi Art Society and artists from Abu Dhabi for joining hands with the government of Kerala and Lalitakala Academy. I think this is one of the first international collaboration by the Lalitakala Academy, and Chairman Mr. Murali Thirot just told me that Abu Dhabi Art Society has decided to give fellowship. Oh, yes, oh, thank you. Srimati Shafina Yusuf Ali, Executive Director, Risk Art Initiative. Risk Art Initiative has agreed to give fellowship to 2 artists by giving 2 lakh financial support for their creative initiatives. Thank you for that support by Risk Art Initiatives. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ നിർസാക്ഷ്യമാണ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവിന്റെ എക്സിബിഷൻ എന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ MA യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. Highly talented Emirati artist. I am staying in the capital of United Arab Emirates past 51 years with my children, my grandchildren, and I am staying there. And His Highness Sheikh Mohammed bin Zayed Al Nahyan, the beloved President of UAE, and His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President, Prime Minister of UAE, and the ruler of Dubai, and all the royal family members, and the citizens of UAE have always been very kind to me and to my family. So I congratulate each and every one of you, and thank you very much for your presence in Kerala. We will support you, inshallah. Thank you very much. ഇന്തോ അറബ് സാംസ്കാരിക കൈമാറ്റത്തിന്റെ വേദി കൂടിയാണ് എക്സിബിഷൻ എന്നും കേരളത്തിലെയും അറബ് നാടുകളിലെയും കലാകാരന്മാർക്ക് പിന്തുണയുടെ വാതിൽ തുറക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്നും റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് ഫൗണ്ടർ കൂടിയായ ഷെഫീന യൂസഫ് അലി പറഞ്ഞു. കേരള ലളിതകല അക്കാദമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എക്സ്ട്രീംലി ക്രിയേറ്റീവും ഭയങ്കര സപ്പോർട്ടീവുമാണ്. അപ്പം നമ്മുടെ UAE ബേസ്ഡ് ആർട്ടിസ്റ്റ് ഇവിടെ വന്ന് അവരുടെ ഷോ ചെയ്യുമ്പോഴും അവരുടെ ആർട്ട് വർക്ക്സ് ഇവിടെ കൊണ്ടുവരുമ്പോഴും വളരെയധികം പിന്തുണ നൽകിയിട്ടുണ്ട് കേരള ലളിതകല അക്കാദമിയും നാട്ടിലത്തെ ആൾക്കാരും എവരിബഡി. കേരളത്തിൽ നിന്നുള്ള 14 കലാകാരന്മാരടക്കം ഇന്ത്യയിലെ 27 കലാകാരന്മാരുടെ സൃഷ്ടികൾ നേരത്തെ UAE-യിൽ റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് പ്രദർശിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് UAE-യിലെ കലാകാരന്മാരുടെ സൃഷ്ടികൾക്ക് കൊച്ചിയിൽ വേദിയൊരുക്കിയത്. ലോകോത്തര കലാകാരന്മാർ ഭാഗമാകുന്ന പാനൽ ചർച്ചയും എക്സിബിഷന്റെ ഭാഗമായുണ്ട്. കേരളത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫെലോഷിപ്പുകളും ഷെഫീന യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു. പശ്ചിമേഷ്യയിലെ കലാകാരന്മാരെ അബുദാബിയിലെ റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് ആസ്ഥാനത്തെത്തിച്ച് സൗജന്യമായി ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനം നൽകുന്നുണ്ട്. ഓഗസ്റ്റ് 18 വരെ എക്സിബിഷൻ നീണ്ടു നിൽക്കും. ന്യൂസ് മലയാളം, കൊച്ചി.